Dear students, നമ്മുടെ മാത്സിന്റെ ആംഗിൾസ് എന്ന് പറയുന്ന ഒരു പാഠഭാഗത്തിന്റെ അവസാന ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? പറഞ്ഞ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ പഠിച്ചതാണ് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് വൃത്തത്തെ 4, 6, 8, 12 അങ്ങനെയുള്ള പല ഭാഗങ്ങളായിട്ട് തുല്യ ഭാഗങ്ങളായിട്ട് മാറ്റാൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതുപോലെ പിന്നീട് നമ്മൾ പഠിച്ചത് എന്താണ്? ഒരു പ്രൊട്രാക്ടർ എങ്ങനെയാണ് നിർമ്മിക്കുന്നത്, ആ പ്രൊട്രാക്ടറിന്റെ ഉപയോഗം എങ്ങനെയാണെന്നും ആ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ഒരു ആംഗിളിന്റെ ഒരു കോണിന്റെ മെഷർമെന്റ് കണക്കാക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ? അപ്പൊ അത് കഴിഞ്ഞ ക്ലാസ് ഞാൻ കഴിഞ്ഞതായപ്പോഴത്തേക്കും ഒരു വർക്ക് തന്നിട്ടുണ്ടായിരുന്നു. പാഠപുസ്തകത്തിലെ ഒരു 6 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അത് അതേ മെഷർമെന്റിൽ അതേ അളവിൽ അത് വരച്ച് ടീച്ചറിനെ കാണിക്കുന്നതിനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും ചെയ്ത് വളരെ സന്തോഷമാണ്. ശരി, ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വൃത്ത വിഭജനത്തെ കുറിച്ചാണ്. സർക്കിൾ ഡിവിഷൻ. അപ്പൊ എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? ഒരു വൃത്തത്തിന്റെ ആകെ യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ് പറഞ്ഞത്? കറക്റ്റ്, ശരിയാണ്, 360 ഡിഗ്രിയാണ് ഒരു വൃത്തത്തിന്റെ ആകെ അളവ് എന്ന് പറയുന്നത്. നോക്കിയേ, ഇവിടെ വൃത്തത്തെ ഞാൻ 1 ഡിഗ്രി കോണായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഈ വൃത്തത്തിന്റെ ഈ വരച്ചിരിക്കുന്ന ആംഗിളിന്റെ കോണിന്റെ അളവ് എത്രയാണ് പറഞ്ഞ എല്ലാവരും പറഞ്ഞു? കറക്റ്റ്, 1 ഡിഗ്രി. അങ്ങനെ ഈ 1 ഡിഗ്രിയുള്ള കോണ് എത്ര ആംഗിൾസുകൾ ചേർന്നതായിരിക്കും ഈ ഒരു വൃത്തം പൂർത്തിയാവുക? ഈ സർക്കിൾ നോക്കിയാൽ ഇങ്ങനെ എത്ര വേണം? 2, 3, 4, 360. അതായത് നമുക്ക് എന്ത് പറയാം? വൃത്തത്തെ ഇങ്ങനെ നമ്മൾ വരച്ചാൽ 360 തുല്യ ഭാഗമാക്കി വിഭജിക്കുവാൻ കഴിയും. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ ഞാൻ 1 ഡിഗ്രിയുള്ള ഒരു കോൺ കൊണ്ട് വരച്ചു. ഇവിടെ എത്രയായി? 1 മാച്ചാല് 2 ഡിഗ്രി. അപ്പൊ ഇവിടെ ആദ്യം നമ്മൾ 360 ഭാഗങ്ങളാക്കുമ്പോൾ 2 ഡിഗ്രി വീതമുള്ള എത്ര കോണുകൾ, എത്ര ആംഗിൾസുകൾ ഈ വൃത്തത്തിൽ കാണും? ഹൗ മെനി ആംഗിൾസ്? 2 ഡിഗ്രി ഈച്ച്. എത്ര ആംഗിൾസുകൾ കാണും? നോക്കിയേ, അപ്പോൾ 1 ഡിഗ്രി വീതമുള്ള 360 ആണെങ്കിൽ 2 ഡിഗ്രി വീതമുള്ള എത്ര കാണും? 180 തുല്യ ഭാഗങ്ങൾ കാണും. 1 ഡിഗ്രി വീതമുള്ള 360 ഭാഗങ്ങളായി 2 ഡിഗ്രി വീതമുള്ള എത്ര ഭാഗങ്ങളായി? 180 ഭാഗങ്ങളാകുമ്പോൾ എന്ത് ചെയ്യും? ഈ സർക്കിൾ പൂർത്തിയാകും അല്ലെ? ഈ ചിത്രത്തിലേക്ക് നോക്കിയേ, ഇത് നമ്മൾ ഒരു സെസ്റ്റർ ഉപയോഗിച്ച് നമ്മൾ 4 തുല്യ ഭാഗമാക്കി മാറ്റിയിരിക്കുകയാണ് അല്ലെ? കാണുന്ന ശ്രദ്ധിച്ച് 4 തുല്യ ഭാഗമാക്കി മാറ്റിയിരിക്കുന്നത്. 2, 3, 4. ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും എന്ന് എല്ലാവർക്കും അറിയാം അല്ലെ? അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് ഈ ആംഗിൾസിനെ പറ്റി എല്ലാം പഠിച്ചതാണ്. എത്ര ആംഗിളാവുന്നത് പറഞ്ഞു? ശരി, എത്രയാണ്? കറക്റ്റ് 90 ഡിഗ്രിയാണ് അല്ലെ? നമ്മൾ തന്നെ പറഞ്ഞു each set square has one corner is 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ 90 ഡിഗ്രിയാണ്. ഇവിടെ 90 ഡിഗ്രിയാണ്, ഇവിടെ 90 ഡിഗ്രിയാണ്, ഇതും 90 ഡിഗ്രിയാണ്. അങ്ങനെയുള്ള എത്ര കോണുകളുണ്ട്? How many angles are in this circle? എത്ര ആംഗിൾസ് ഉണ്ട് പറയാം? ശരി, എത്ര ആംഗിളുണ്ട്? 4 ആംഗിളുണ്ട്. അത് എങ്ങനെയാണ് നമ്മൾ കിട്ടിയത്? 4 ആംഗിൾ നോക്കിയേ, ഈ സർക്കിളിന്റെ ആകെ അളവ് എന്ന് പറയുന്നത് 360 ആണ് അല്ലെ? 360 ആണ്.
90 ഡിഗ്രി വീതമുള്ള എത്ര ആംഗിൾസ് ഉണ്ട്? എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ നമ്മൾ 1, 2, 3, 4 ആംഗിൾസ് ഉണ്ട് അല്ലേ? അത് എന്ത് ചെയ്യാം? നമ്മള് 360 നമ്മള് 4 കൊണ്ട് ഭാഗിക്കുക. ഓക്കെ, 8 4 9 4 36 അപ്പോ എന്ത് കിട്ടി? 90 ഡിഗ്രി കിട്ടി. ഉണ്ടല്ലോ, 90 ഡിഗ്രി കിട്ടി. അപ്പോ ഓരോ ആംഗിൾസിന്റെയും ഡിഗ്രി ആണെന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ഇനി ഇത് നോക്കിയേ, ഈ സർക്കിളിൽ നമ്മൾ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് എത്ര ഭാഗമാക്കിയിട്ടുണ്ട്? 1 2 3 4 5 6 7 8 തുല്യ ഭാഗമാക്കി ഞാൻ നേരത്തെ വരച്ചിരിക്കുകയാണ് അല്ലേ? ഈ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് വരച്ചതാണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചതാണ്. 8 തുല്യ ഭാഗമാക്കി വരച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ഓരോ ആംഗിളിന്റെയും ഓരോ കോണിന്റെയും അളവ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? നോക്കിയേ, ഇവിടെ നമ്മൾ 360 4 കൊണ്ട് ഭാഗിച്ചു. അപ്പൊ ഓരോ ആംഗിളിന്റെ അളവ് 90 ഡിഗ്രി കിട്ടി. മനസ്സിലാവുന്നതാണ് പറയുന്നത്? ശരി. അപ്പൊ ഇവിടെ നോക്കിയാൽ ഇവിടെ നമ്മൾ എത്ര ഭാഗമാക്കി? 1 2 3 4 5 6 7 8 ഭാഗമാക്കി മാറ്റി അല്ലേ? നോക്കിയേ, 360 ഭാഗം 8. ഓരോ ആംഗിളിനും മെഷർമെന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലേ? അവർ ഫൈനലി മെഷർമെന്റ് ഈച്ച് ആംഗിൾ അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇവിടെ 4 8 32 4 താഴെ 0 താഴെ 40 5 8 40 ആണോ? അപ്പോ നോക്കിയേ, 45 ഡിഗ്രി. അപ്പൊ ഓരോ ആംഗിൾ എത്ര വീതം വരും? 45 ഡിഗ്രി വീതം വരും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ആംഗിൾസിന്റെ മെഷർമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ശരി. അപ്പൊ നമുക്ക് എല്ലാവരും പിന്നെ മെഷർമെന്റ് ബോക്സ് ഒക്കെ തുറന്ന് റെഡിയാക്കി ചെയ്യാമല്ലോ. നമുക്ക് വൃത്തത്തെ ഒരു സർക്കിളിൽ നമുക്ക് 5 തുല്യ ഭാഗമാക്കി കണ്ടുപിടിക്കാം. എല്ലാവരും വരച്ച് എല്ലാവരും എടുത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? 5 തുല്യ ഭാഗമാക്കാൻ പോവുകയാണ് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? സെൻട്രൽ പോയിന്റ് എവിടെ കണ്ടുപിടിക്കുന്നു? സെൻട്രൽ പോയിന്റ് divide a circle into 5 equal parts. divide a circle into 5 equal parts. 5 തുല്യ ഭാഗമാക്കുവാനാണ് സാർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? പറഞ്ഞാൽ അപ്പൊ നമുക്കറിയാം സർക്കിളിന്റെ ആകെ അളവ് എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? പറയൂ. 360 ഡിഗ്രി. എത്ര തുല്യ ഭാഗമായിട്ട് ഭാഗിക്കണം? 5 ഭാഗമായിട്ട് ഭാഗിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 360 5 കൊണ്ട് ഭാഗിക്കുന്നു. ഓക്കേ, 5 35 സിസ്റ്റം 1 ആൻസർ 10 ആക്കുന്നു. എത്ര അഞ്ചാണ്? 10 2 5 ഓക്കെ. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്, അപ്പോ നമ്മൾ 5 ആകുമ്പോൾ ഒരു ആംഗിളിന്റെ അളവ് എത്ര ഡിഗ്രി വരണം? 72 ഡിഗ്രി. 72 ഡിഗ്രി ഇൻ ഈച്ച് ആംഗിൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ സെൻട്രൽ പോയിന്റിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ പ്രൊട്രാക്ടർ വയ്ക്കുന്നു. 72
അതിനെ നമ്മൾ സെൻട്രൽ പോയിന്റിൽ നിന്ന് ഇവിടെയാണ് വരയ്ക്കാനുള്ളത്. ഞാൻ നേരത്തെ വരച്ചത് ആദ്യം ഇവിടെയാണ്, അങ്ങനെയല്ല. ഇവിടെ എന്ത് ചെയ്യുക, ആദ്യമേ 72 ഇവിടെ സെൻട്രൽ പോയിന്റിൽ വരയ്ക്കാൻ ശേഷം ചെയ്യുന്നു 72 വരട്ടുന്നു. അപ്പൊ ഒരു ആംഗിൾ കിട്ടി, 72 ഡിഗ്രി ഉള്ള ഒരു ആംഗിൾ കിട്ടി. കിട്ടിയില്ല? ഞാൻ ചെയ്യുന്നല്ലോ, കൂടെ ചെയ്യുന്നല്ലോ. ഞാനും കിട്ടാനുണ്ടോ? കിട്ടിയല്ലോ നമ്മളെ. ഓക്കെ, 72. അടുത്ത എന്ത് ചെയ്യണം, ഈ പ്രൊട്രാക്ടർ ഇങ്ങനെ വയ്ക്കണം. ഇങ്ങനെ വയ്ക്കണം. വീണ്ടും എന്ത് ചെയ്യുന്നു, 72 കൊടുക്കുന്നു. ഇവിടെ ഇത് അളക്കുന്നു. ഓക്കെ, വീണ്ടും എന്ത് ചെയ്യുന്നു, അടുത്തത് ഇത് 72 ആണ്. വീണ്ടും എടുത്തു, 72 വെച്ചു. മൂന്നായി. വീണ്ടും എന്ത് ചെയ്യുന്നു, സെൻട്രൽ പോയിന്റിൽ വയ്ക്കുന്നു. 72 എടുക്കുന്നു. കണ്ടോ? അപ്പോ പ്രഭാവമായി 1 2 3 4 5 മനസ്സിലാവുന്നല്ലോ? മനസ്സിലായി. അപ്പൊ ഇത് നമ്മൾ 5 തുല്യ ഭാഗമാക്കി മാറ്റി. അപ്പോ ഈച്ച് ആംഗിൾ ഹാസ് ഗോട്ട് 72 ഡിഗ്രി. ഓരോ ആംഗിളും എത്ര കിട്ടി, ഓരോ കോണും എത്ര കിട്ടി, 72 ഡിഗ്രി വീതം കിട്ടി. അപ്പൊ മനസ്സിലായല്ലോ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇത് നമ്മള് 4 ആക്കുമ്പോൾ എത്ര ഡിഗ്രി കിട്ടുന്നു, 6 ആക്കുമ്പോൾ എത്ര ഡിഗ്രി കിട്ടുന്നു, 5 ആക്കുമ്പോൾ എത്ര ഡിഗ്രി കിട്ടുന്നു. അപ്പൊ 3 എക്സാമ്പിൾ ആണ് സാർ നിങ്ങൾക്ക് വരച്ചു തന്നത്. എല്ലാവർക്കും മനസ്സിലായല്ലോ? ശരി. ഇനി നമുക്ക് അടുത്തത് നിങ്ങൾക്ക് ഒരു വർക്ക് തരാം. ഓപ്പൺ പേജ് നമ്പർ 16. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ എന്ത് ചെയ്യുക, 16 എടുക്കുക. കണ്ടല്ലോ എല്ലാവരും? എടുത്തു. എടുത്ത ശേഷം എന്ത് ചെയ്യാം, കണ്ടിന്യൂ ലൈക്ക് ദിസ് can't be divided circle into 5 equal parts. നമ്മൾ കണ്ടുപിടിച്ചു. അടുത്തത് ലൈക്ക് ദിസ് graph figures. ഈ ഞാൻ ഈ പറയുന്ന ഫിഗറുകൾ വരയ്ക്കുക, അതിനെ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, 6 ഫിഗേഴ്സ് ഓഫ് 6, 8, 9, 10, 12. ഇത്ര ചിത്രം വരയ്ക്കണം. നിങ്ങൾ 6 തുല്യ ഭാഗമാക്കണം, 8 തുല്യ ഭാഗമാക്കണം, 9 തുല്യ ഭാഗമാക്കണം, 10 തുല്യ ഭാഗമാക്കണം, 12 തുല്യ ഭാഗമാക്കണം. 1 2 3 4 5 ഫിഗറുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, വരയ്ക്കുക. ഇനി ഞാൻ സംശയമില്ല കണ്ടുപിടിക്കാൻ ഒന്നുകൂടെ പറയാം. 6 തുല്യ ഭാഗമാക്കാൻ നമ്മൾ എന്താണ് ചെയ്യാനുള്ളത് പറഞ്ഞേ? 6 തുല്യ ഭാഗമാക്കാൻ നമ്മൾ എന്താ ചെയ്യാനുള്ളത്? ശരിയാണ്, വളരെ ശരി. എന്താണ് 360 നമ്മൾ എന്ത് ചെയ്യുന്നു, 6 കൊണ്ട് ഭാഗിക്കുന്നു. അപ്പോ ഒരു ആംഗിളിന്റെ മെഷർമെന്റ് കിട്ടും, ഒരു ആംഗിളിന്റെ അളവ് കിട്ടും. ആ അളവ് വെച്ച് എന്ത് ചെയ്യണം, ബാക്കിയെല്ലാം ഫില്ല് ചെയ്യുക. അപ്പൊ എന്താവും, ഒരു സർക്കിളിൽ നമ്മളത് പറയുന്ന അളവ് പോലെ ഈക്വൽ ഡിവൈഡ് ആയിട്ട് ചെയ്യാൻ പറ്റും, തുല്യ ഭാഗമാക്കി മാറ്റുവാൻ കഴിയും. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് നിങ്ങളുടെ വർക്ക്. നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്ന് തന്നെ ഈ വർക്ക് ചെയ്ത് നിങ്ങൾ പോസ്റ്റ് ചെയ്യേണ്ടതാണ്, ഗ്രൂപ്പിൽ ഇടേണ്ടതാണ്. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടീച്ചറിന്റെ അടുത്ത് പിന്നെ എന്തെങ്കിലും നേരിട്ട് ചോദിക്കും കേട്ടോ. ശരി. അപ്പോ ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. Goodbye.